ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വർദ്ധിപ്പിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കർത്താവായ യേശുവിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ബൈബിൾ അധികം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നാം മുകളിൽ വായിച്ച ഈ ഒരു വാക്യത്തിലൂടെ അവന്റെ യൗവനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവൻ കൂടുതൽ വർദ്ധിച്ചു വന്നു. അവൻ വർദ്ധിച്ചതിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കാനും അവന് കഴിയും. നിങ്ങൾ വളരുകയും വേണം. അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുക. വർധനയുടെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ നിരവധി കുടുംബങ്ങളെ കണ്ടുമുട്ടുന്നു. അവയിൽ ചിലത് വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നു. ചിലത് പരാജയപ്പെടുകയും മോശമാവുകയും ചെയ്യുന്നു. ചില ബിസിനസ്സുകൾ ക്രമേണ അഭിവൃദ്ധി പ്രാപിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലത് ദയനീയമായി പരാജയപ്പെടുകയും നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിലും അവരിൽ ചിലത് തഴച്ചു വളരുകയും കുടുംബത്തിന് ബഹുമാനം നൽകുകയും ചെയ്യുന്നു. അതേസമയം പരാജയങ്ങളായി അവസാനിക്കുന്ന കുടുംബത്തിന് അപകീർത്തി വരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വർദ്ധിപ്പിക്കണോ അതോ അധംപതിക്കണോ? നാം എല്ലാവരും അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ പോലെ നിങ്ങൾ വളരണം. ഏതെല്ലാം വശങ്ങളിലാണ് അവൻ വർദ്ധിപ്പിച്ചത്? ജ്ഞാനം, ഉയരം, ദൈവാനുഗ്രഹം, മനുഷ്യരുടെ പ്രീതി എന്നിങ്ങനെ 4 കാര്യങ്ങളിൽ അവൻ വർദ്ധിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് വ്യക്തമായി പറയുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ പോലെ നാമും വർദ്ധിക്കണം. പൂർണ്ണതയിലേക്ക് നാം മുന്നേറണം. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ പൂർണ്ണതയുടെ വളർച്ചയുടെ അളവിലേക്ക്, പൂർണ്ണതയുള്ള ഒരു മനുഷ്യനിലേക്ക്, എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിക്കുമ്പോൾ എല്ലാത്തിലും തലയായ ക്രിസ്തുവിലേക്ക് വളരണം എന്ന് എഫേസ്യർ 4-ാം അധ്യായം 13-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലും പറയപ്പെടുന്നു. പഴയ നിയമ വിശുദ്ധരിൽ ചിലരെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവരുടെ വർധനവിന്റെ കാരണം നമുക്ക് ധ്യാനിക്കാം. അബ്രഹാമും ലോത്തും ഒരുമിച്ച് കാനാനിലേക്ക് പുറപ്പെട്ടു. അബ്രഹാം വർദ്ധിച്ചു, ലോത്ത് വഴിയിൽ പരാജയപ്പെട്ടു. അബ്രഹാമിനെ പോലെ നിങ്ങൾ ദൈവവചനം അനുസരിക്കുകയും അവന്റെ പൂർണ്ണമായ ഇഷ്ടം ചെയ്യുകയും ചെയ്താൽ നിങ്ങളും തഴച്ചു വളരും. ഇനി ഇശ്മായേലിനെയും ഇസ്ഹാക്കിനെയും നോക്കൂ. ഇസ്ഹാക്ക് ക്രമേണ വർദ്ധിച്ചു, ഇശ്മായേൽ വഷളായി. ഇസ്ഹാക്കിനെ പോലെ നിങ്ങൾ ധ്യാനിക്കുകയും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ദൈവത്തിനും സന്തോഷം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളും തഴച്ചു വളരും. ഏശാവിനെയും യാക്കോബിനെയും നോക്കൂ. യാക്കോബ് അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ഏശാവിന് അത് നേടാനായില്ല. യാക്കോബിനെ പോലെ ദൈവമക്കളെ, നിങ്ങൾ ദൈവവുമായി മല്ലിടുകയും അവന്റെ അനുഗ്രഹത്തിനായി ആത്മാർത്ഥമായി അപേക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളും അഭിവൃദ്ധി പ്രാപിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ആവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 16-17 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.